നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നത്തോലി പീര വറ്റിച്ചത്, അതായത് കൊഴുവ പീര എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ. ഉള്ളി വലിയ വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ് കിട്ടിയേക്കുന്നത്. ചെറിയ ഉള്ളി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളകും കൂടെ, പച്ചമുളകും കരിവേപ്പില ഇട്ടു. എന്നിട്ടൊന്ന് അതും നാളികേരവും കൂടി ഇട്ടിട്ട് വേണം ചതയ്ക്കാൻ. പക്ഷെ ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ടാണ് നാളികേരം. അതൊന്ന് ചതഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ചെറിയ രീതിയിൽ ഒരു വളരെ പെട്ടെന്ന് ഒരു 3-4 സെക്കൻഡുകളെ മിക്സി ഓൺ ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ ചതയ്ക്കണ പോലെ ചെറിയുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ച് അതിലേക്ക് തന്നെ നാളികേരവും ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് തോരനൊക്കെ ചതയ്ക്കണ പോലെ നമ്മളൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ വെറുതെ എണ്ണയൊന്നും ഒഴിക്കാണ്ട് തന്നെ ഈ നത്തോലി അധികം വെള്ളമില്ലാണ്ട് നമ്മൾ കഴുകി വെച്ചേക്കല്ലേ, കഴുകി വെച്ചത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കണക്കാക്കി ഉപ്പിട്ടു. ഒരു 3 കഷ്ണം കുടംപുളി ഇട്ടു. കുടംപുളി ഇട്ടതിലേക്ക് അല്പം മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടെന്നാലും കുറച്ചും കൂടെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണ നേരത്തെ മിക്സിയിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അത് ശരിക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതായത് ഇത് മൂടി വെക്കുന്ന പോലെ, നത്തോലി ശരിക്കും മൂടി വെക്കുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ചട്ടിയിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം, ഒരുപാടല്ല, കാരണം ഒരു 1/4 ഗ്ലാസ് ഒക്കെ ധാരാളം മതിയാവും. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തു. അരപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അടച്ചു വെച്ചപ്പം ആ വെള്ളവും മീനിലുള്ള വെള്ളമൊക്കെ കൂടെ ഇതായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്നു വെച്ച് വേവിക്കാം. കണ്ടോ, നമ്മൾ വേറെ ഒരു 1/4 ഗ്ലാസ് നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ. കണ്ടോ, വെള്ളം ഊറി വന്നിരിക്കുന്നുണ്ടോ? ഇത് വറ്റി വരണം നമുക്ക്. നമ്മൾ എടുക്കുന്നത് ഒരു പീര എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഫോർമേഷൻ അധികം അതിനകത്ത് വേണ്ട. നല്ലോണം വെന്ത് തുടങ്ങുന്നു. ഒരു ഉദ്ദേശം എല്ലാം കൂടെ 15 മിനിറ്റ് സമയം എടുക്കും ഈ കറി നമുക്ക് ചെയ്ത് വരാനായിട്ട്. നല്ലോണം തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് പിടിച്ച് വരട്ടെ. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെത്തോലി പീര അഥവാ കൊഴുവ പീര ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ സ്ഥിരം ചെയ്യുന്നതാണ് ഇവിടെ. അതായത് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും നമ്മൾ നോക്കാറുണ്ട്. പലരും നിങ്ങളിത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നല്ല രുചിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൊഴുവ പീര റെഡിയായി, അതായത് നത്തോലി പീര റെഡിയായി. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് അടുത്ത കിടിലൻ കുക്കിംഗ് വ്ലോഗിലൂടെ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി. വീണ്ടും കാണുന്നവരെ